തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയെ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ അത്ഭുതമായ നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാം അധ്യായം 14-ാം തിരുലിഖിതം, ദൈവത്തിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ പേര് ഏലിയാമ്മ ഇമ്മാനുവൽ. ഞാൻ പാലാരൂപതയിലെ അരുവിത്ര ഇടവാംഗം. എനിക്ക് വയറ്റിൽ സുഖമില്ലാതെ വന്നപ്പോൾ പരിശോധനയിൽ എൻ്റെ യൂട്രസിൽ ഒരു മുഴയുള്ളതായും ഓവറിയിൽ സിസ്റ്റ് ഉള്ളതായും ലിവർ ഫാറ്റിയായും റിപ്പോർട്ട് വന്നു. അതിനുശേഷം ഭരണങ്ങാനം കൺവെൻഷനിൽ ഞാൻ വളരെയേറെ ഒരുങ്ങി പ്രാർത്ഥിച്ചിരുന്നു. ഭരണങ്ങാനം അഭിഷേകാഗ്നി കൺവെൻഷൻ അല്ലേ? സേവർക്കാൻ വട്ടാഴ്ച വന്ന് നടത്തിയ അഭിഷേകാഗ്നി കൺവെൻഷൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് തരത്തിലുള്ള രോഗപീഠ എന്ന് പറഞ്ഞാൽ സഹോദരൻ എഴുതി തന്നിട്ടുണ്ട്. യൂട്രസിലൊരു മുഴ, ഓവറി സിസ്റ്റ്, ലിവർ ഫാറ്റി. ഈ ഒരു സ്ഥിതിയിൽ അത് ഡോക്ടറെ കണ്ട്, എന്നിട്ടോ പാലാ ഭരണങ്ങാനം അഭിഷേകത്തിന് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ പങ്കെടുത്തൊരു കൺവെൻഷനാണ്. സേവർക്കാർ വട്ടാഴ്ചയോടെ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് അതിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെ കൺവെൻഷന് വന്ന് സമ്മതിച്ച് പ്രാർത്ഥിച്ച്, എന്നിട്ട് അതിനുശേഷം ജനുവരി മാസം 13-ാം തീയതി 8:30-ക്കുള്ള ടെലിവിഷൻ ചാനലിലെ അച്ഛൻ്റെ അഭിഷേകാഗ്നി പ്രോഗ്രാം, നമ്മുടെ ശാലോം ചാനൽ അല്ലേ? ശാലോം ചാനലിൽ ഞായറാഴ്ച രാത്രി 8:30 മണിക്കുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടങ്ങോട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് വളരെയേറെ ക്ഷീണം അനുഭവപ്പെട്ടു. 16-ാം തീയതി ആശുപത്രിയിൽ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ 13-ാം തീയതി ശുശ്രൂഷയെ സംബന്ധിച്ചു, 16-ന് ആശുപത്രിയിൽ ചെന്ന്, എന്നിട്ട് അപ്പോൾ എൻ്റെ യൂട്രസ് നോർമൽ, ഓവറി നോർമൽ, ലിവർ നോർമൽ എന്ന റിപ്പോർട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാലോം ടിവിയിൽ അഭിഷേകത്തിന്റെ പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തൽക്ഷണം ശരീരത്തിനൊരു തളർച്ച അങ്ങോട്ട് വന്ന്, എന്ന് പറഞ്ഞാൽ ആ ആവശ്യമില്ലാത്ത സംഗതി എല്ലാം കർത്താവ് വന്നങ്ങോട്ട് സുഖപ്പെടുത്തി. 3 ദിവസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് നോക്കിയപ്പോൾ കംപ്ലീറ്റ്ലി നോർമൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് കൈകളടിച്ച പാട്ട് പാടി കർത്താവിനെ ആരാധിക്കട്ടെ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഒരുമിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 27-ാം തിരുലിഖിതം, സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിപ്പാൻ സാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ പതിനായിരക്കണക്കിന് അത്ഭുതങ്ങൾ ചെയ്ത് ഇന്നും ജീവിക്കുന്ന കർത്താവ് കണ്ണുനീരിലിരിക്കുന്ന കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷയുടെ സമയത്ത് എൻ്റെ കർത്താവായ ദൈവം എൻ്റെ ഭവനത്തിൽ നിന്ന് സന്ദർശിക്കും. വിശ്വസിക്കുക മക്കളെ, അവിടുന്ന് കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വലിയ തീഷ്ണതയോടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. 2 കരങ്ങൾ ഉയർത്തി കുട്ടികളും മുതിർന്നവരും കുടുംബവും ഒരുമിച്ച് ഇതാ യേശുവിനെ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതൽ കൂടെയുണ്ട്, സർവത്തോടെയുണ്ട്, ദൈവശക്തി എന്നേലുണ്ട്. ദൈവ പൈതൽ ഭയപ്പെടില്ല, അത്യുന്നതൻ കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ രൂഹായേ, താതന്റെ
വാഗ്ദാനമേ പരിശുദ്ധരുമായേ ഉന്നത ശക്തിയെ എന്റെ സഹായക ഞങ്ങളിൽ നിറയണമേ ഉന്നത ശക്തിയെ എന്റെ സഹായക ഞങ്ങളിൽ നിറയണമേ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ദൈവശക്തി എന്നിലും ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല അത്യുന്നതൻ കൂടെയുണ്ട് ദൈവശക്തൻ കൂടെയുണ്ട് ദൈവശക്തി എന്നിലും ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല അത്യുന്നതൻ കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവജനം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മനസ്സ് തുറന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. യേശുവേ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ. രോഗികളെ സ്പർശിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ആരാധന ആരാധന യേശുവേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ദൈവത്തിൻ്റെ കാവൽ. 2 മക്കബായർ 3-ാം അധ്യായം 39-ാം തിരുലിഖിതം. സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായമെത്തിക്കുന്നതും. അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിച്ചു കളയുന്നു. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വചനം നമുക്കൊന്ന് ഏറ്റു പറയാം. 2 മക്കബായർ 3-ാം അധ്യായം 39-ാമത്തെ വാക്യം നമുക്കൊന്ന് ഏറ്റു പറയാം. ഇത് ഏറ്റു പറയുമ്പോൾ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പല പീഡകളും വിട്ടുപോകും. ആ വചനം നമുക്കൊന്ന് ഏറ്റു പറയാം. സ്വർഗസ്ഥനായ ദൈവമാണ് സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അവിടം കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും. അതിന് സഹായം എത്തിക്കുന്നതും. അതിനെ നശിപ്പിക്കുന്നവരെ അതിനെ നശിപ്പിക്കുന്നവരെ അതിനെ ഉപദ്രവിക്കുന്നവരെ അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിച്ചു കളയുന്നു. അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിച്ചു കളയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല വ്യക്തികളുടെയും ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ട് അച്ഛൻ കാണുന്നുണ്ട്. അപ്പോൾ അവരോട് പല കാര്യങ്ങൾ ചോദിച്ചു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചില ദേവാലയങ്ങൾക്കെതിരെ അവർ മനഃപൂർവ്വം ദുഷ്ടത പ്രവർത്തിച്ചത്, ചില ദൈവസ്ഥാനങ്ങൾക്കെതിരെ ദൈവമായ കർത്താവ് ഇരിക്കാൻ ദൈവമായ കർത്താവിൻ്റെ ആലയമായി വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലയങ്ങളെ ഉപദ്രവിച്ച ചില വ്യക്തികളുടെ കഷ്ടതയും കണ്ണുനീരും കാണാനിട വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ദൈവം പ്രത്യേക വിധം തിരഞ്ഞെടുത്ത സ്ഥലങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. കുരിശുപള്ളികൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശുദ്ധ സ്ഥലങ്ങൾ, അതിനെ നമ്മൾ അശുദ്ധമാക്കിയാൽ അതിനെ കാക്കുന്ന ഒരാളുണ്ട് എന്ന് തിരിച്ചറിയാൻ ഇടവരുന്ന വിധം ദൈവം ചിലപ്പോൾ ആ കുടുംബങ്ങളെ പ്രഹരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സംഭവമാണ്. അത് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, ചില പള്ളികൾ ആക്രമിച്ചു. അപ്പോൾ അങ്ങനെ ആക്രമിക്കാൻ ചെന്ന ആ പ്രദേശത്ത് വസൂരി വലിയ മാരകവ്യാധികൾ പടർന്നു പിടിച്ചു. അവസാനം അവർ തിരിച്ചറിഞ്ഞു. അവർ ദൈവത്തിന് മുമ്പിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ക്ഷമ ചോദിച്ച കാര്യങ്ങളെല്ലാം പല പ്രദേശങ്ങളിൽ ചെന്നപ്പോൾ ഞാൻ കേൾക്കുകയും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ അതിനെക്കുറിച്ച് ചില വിവരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മെയിനായിട്ട് ഒരു വിവരണം നമ്മൾ കാണുന്നത് സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 5-ഉം 6-ഉം അധ്യായങ്ങളാണ്.
അതിൽ 5-ാമത്തെ അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഫിലിസ്തീയർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിലിസ്തീയർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന ദൈവജനത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല. ഫിലിസ്തീയർ ഒരു വിജാതീയ, ഒരു അന്യ സമൂഹമാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥാനമാണ് ദൈവത്തിൻ്റെ പേടകം. അത് ദൈവജനത്തിൻ്റെ കൈകളിലായിരുന്നു ഇരുന്നിരുന്നത്. ഫിലിസ്തീയർ യുദ്ധം ചെയ്തപ്പോൾ ഈ ദൈവജനത്തിൻ്റെ കൈകളിൽ നിന്ന് ആ പേടകം എടുത്തുകൊണ്ട് അവരിങ്ങോട്ട് പോകുന്നു. എന്നിട്ട് യഷ്ദോദിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. യഷ്ദോദ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ദേശം. ആ ദേശത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ദൈവത്തിൻ്റെ വിശുദ്ധമായ ഈ പേടകം അവർ തന്നിഷ്ടം പോലെ എടുക്കുകയും വലിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയും ചെയ്ത് അവർ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്ത് സംഭവിച്ചു? അതാണ് 5-ാം അധ്യായത്തിലെ 6-7 തിരുലിഖിതങ്ങൾ. കർത്താവിൻ്റെ കരം അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ പ്രബലമായി. അവിടുന്ന് അവരെ ഭയപ്പെടുത്തി. അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവർക്ക് കുരുക്കൾ വരുത്തി അവരെ കഷ്ടപ്പെടുത്തി. ഇത് കണ്ട് അഷ്ദോദിലെ ജനങ്ങൾ പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കണ്ട. അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേശത്തിൻ്റെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അവർ ആ പേടകം ആ ദേശത്ത് നിന്ന് ഭയഭക്തിയോടെ വേറെ എവിടേക്കെങ്കിലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ആ പേടകം അവരവിടെ കൊണ്ടുവന്നു. എന്താ ഈ വാഴക്കൊലയും തേങ്ങയെ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടെടുത്ത് ഏതെങ്കിലും രാജ്യം ആക്രമിച്ച് കഴിയുമ്പോഴത്തേന് അവിടെ നിന്ന് കൊള്ളയടിച്ച് വസ്തുക്കൾ കൊണ്ടുവരുന്നത് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പേടകത്തെ അവർ എടുത്തുകൊണ്ട് വന്നു. അതങ്ങനെ ദൈവിക കാര്യങ്ങൾ ആർക്കും എപ്പോഴും എങ്ങനെ എടുക്കാവുന്ന ഒരു സ്ഥാനമൊന്നും വിചാരിക്കരുത് മക്കളെ. നിങ്ങൾ ഏത് സ്ഥലത്ത് എങ്ങനത്തെ ആളായിക്കൊള്ളട്ടെ, യുദ്ധം ചെയ്ത് കീഴടക്കി തരുന്ന ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് എല്ലാം പണയവും പലിശയും ഒക്കെ ആയിട്ട് വലിച്ചു വാരിക്കൊണ്ട് പോയിരുന്ന ആരും ആകട്ടെ, നിങ്ങളൊരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിച്ച പാത്രങ്ങൾ, ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചിരുന്ന വ്യക്തികൾ, ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിച്ച സ്ഥലങ്ങൾ, ദൈവത്തിൻ്റെ ആലയങ്ങൾ, കുരിശുപള്ളികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ആവശ്യമില്ലാതെ ഒന്നും എടുക്കുകയോ തൊടുകയോ അരുത്. അവിടെ നിങ്ങൾക്ക് വിശ്വാസമുള്ളവരായിരിക്കാം, വിശ്വാസമില്ലാത്തവരായിരിക്കാം, നിരീശ്വരനായിരിക്കാം, വിശ്വാസിയായിരിക്കാം, ആരായാലും സകല മക്കളും ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു ആദരവ് പുലർത്തണമെന്ന് ജീവിക്കുന്ന ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. അവരുടെ ഇടയിൽ മാരകവ്യാധി പിടികൂടി ശരീരങ്ങൾ വ്രണപ്പെട്ട് ആ ജനം വളരെ കഷ്ടത്തിലായി. അതുകൊണ്ട് ആ ജനം 2 കൈ ഇടുപ്പിൽ വെച്ച് അവർ പറഞ്ഞു, അയ്യോ കർത്താവിൻ്റെ പേടകം വേഗം ഒന്ന് കൊണ്ടുപോയാട്ടെ, ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, വേഗം കൊണ്ടുപോക്കോ. അവർ 2 കൈ കൊണ്ട് എടുത്തു കൊടുക്കാൻ തയ്യാറായി ഇപ്പോൾ നിൽക്കുകയാണ്. അതുമാതിരി ആ ജനം അവിടെ കടന്ന് ദുരിതത്തിൽ അകപ്പെട്ടു എന്നാണ് വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ അച്ഛന് മനസ്സിലായിരിക്കുന്നത്. സർവ്വജനങ്ങളും ദുരിതത്തിൽ കടന്ന് കഷ്ടപ്പെട്ട് നിലവിളിച്ചു. ഉടനെ അവരെന്ത് ചെയ്തു? അതാണ് 8ഉം 9ഉം തിരുലിഖിതങ്ങൾ. അവർ ആളയച്ച് ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം വിളിച്ചുകൂട്ടി. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു. ദൈവത്തിൻ്റെ പേടകം അവർ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ കർത്താവ് ആ നഗരത്തെ ശിക്ഷിച്ചു. ജനങ്ങൾ സംഭ്രാന്തരായി. ആബാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു. ഇതാ അഷ്ദോദ് ദേശത്ത് നിന്ന് ഗത്ത് ദേശത്തേക്ക് ഈ പേടകം കൊണ്ടുവന്ന് അവിടെ വെച്ചപ്പോൾ അവിടെ സർവ്വജനങ്ങളും പരുക്കളും കുരുക്കളും, പണ്ട് വസൂരി പിടിച്ച് നരകിച്ചത് മാതിരി പരുക്കളും കുരുക്കളും വ്രണങ്ങളും പിടിച്ച് ആബാലവൃദ്ധ ജനങ്ങൾ ഗതികെട്ട് അവരും വിളിച്ച്, അയ്യോ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ എന്ത് ചെയ്യും? ദേശം മുഴുവൻ പരിഭ്രാന്തിയിലാണ്ടു എന്നാണ് രേഖപ്പെടുന്നത്. കാരണം കർത്താവിൻ്റെ കരം ആ ദേശത്തിൻ്റെ മേൽ പ്രബലപ്പെട്ട് അവരെ പ്രഹരിച്ചു, അവരെ ശിക്ഷിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവികമായ കാര്യങ്ങൾ അത് പണ്ടും ഇന്നും എന്നും ഒരുപോലെ തന്നെയാണ്. അവിടെ നിന്ന് ഇന്നും ഇതേപോലെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ദൈവമായുള്ളവരും ദൈവം ഇല്ലാത്തവരും അറിയണം. അവിടുന്ന് ആണ് വിശുദ്ധ സ്ഥലങ്ങൾ കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും. അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന്
പ്രഹരിച്ച് നിലയ്ക്ക് നിർത്തുന്നു, അവിടുന്ന് പ്രഹരിച്ച് നാശം വരുത്തുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നമുക്കായി 2 മക്കബായർ 3:39 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഇതാ ഈ ദേശം കടന്ന് പൊറുതിമുട്ടി നിലവിളിക്കുകയാണ്. ഉടനെ അവരെന്ത് ചെയ്തു? അതാണ് 10ഉം 11ഉം തിരുലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതിനാൽ ദൈവത്തിന്റെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു. എന്നാൽ പേടകം എക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി, നമ്മെയും നമ്മുടെ ജനങ്ങളെയും നശിപ്പിക്കാൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ അടുത്തേക്ക് ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. അവർ വീണ്ടും ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം വിട്ടുകൊടുക്കുക, നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ അത് തിരിച്ചയക്കുക എന്ന് അവർ നിലവിളിച്ചു. സംഭ്രാന്തി നഗരം മുഴുവനെയും ബാധിച്ചു. കാരണം ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചു കൊണ്ടിരുന്നു. മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ചു. നഗരവാസികളുടെ എല്ലാം നിലവിളി ആകാശത്തേക്ക് ഉയർന്നു എന്ന് പറഞ്ഞ ഒരുപാട് പേര് വ്യാധി ബാധിച്ച് മരിച്ചു വീണു. മരിക്കാതിരിക്കുന്നവർ പിറകെ മുതൽ കാല് വരെ കുരുക്കൾ കൊണ്ട് വ്രണപ്പെട്ട് അങ്ങനെ ആബാലവൃദ്ധം ജനങ്ങളുടെ മുറവിളി ആകാശത്തിലേക്ക് ഉയർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ പ്രദേശത്തേക്ക് ഇത് കൊണ്ടുപോകും അവിടെയുള്ള ജനങ്ങളെ ദൈവം അങ്ങോട്ട് പ്രഹരിച്ച് ശിക്ഷിക്കുന്നൊരു അനുഭവം ആ ദേശത്തുണ്ടായ കാര്യമാണ് നമ്മൾ ഈ പുസ്തകത്തിൽ വായിക്കുന്നത്. ഉടനെ അവർ ദേശത്തുള്ളവർ ഒരുമിച്ച് കൂടി 1 സാമുവേൽ 6-ാം അധ്യായം അവരെ എങ്ങനെ പരിഹാരക്രിയ ചെയ്തു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. 6-ാം അധ്യായം 1 മുതൽ 3 വരെ തിരുലിഖിതങ്ങൾ. കർത്താവിന്റെ പേടകം 7 മാസം ഫിലിസ്ത്യ രാജ്യത്തായിരുന്നു. ഫിലിസ്ത്യർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, കർത്താവിന്റെ പേടകം നാം ഇനി എന്തു ചെയ്യും? പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? അവർ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുന്നത് വെറും കൈയോടെ ആകരുത്. ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ തീർച്ചയായും കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കുകയും അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിക്കാഞ്ഞതിന്റെ കാരണം മനസ്സിലാവുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് അവർ ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കളും വലിയ പാരിതോഷികങ്ങളും വലിയ പരിഹാരക്രിയകളും ഒക്കെ ആയിട്ട് ആ ദൈവത്തിന്റെ പേടകത്തെ ഭയഭക്തികളോടെ ദേശത്തേക്ക് തിരിച്ചേൽപ്പിക്കുന്ന, ദൈവത്തിന്റെ ജനത്തിന് തിരിച്ചേൽപ്പിച്ചു കൊടുത്ത് അതിനെ ആദരിക്കുന്ന ഒരു കാഴ്ചയാണ് ആ അധ്യായത്തിൽ തുടർന്ന് നാം വായിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 14-ാം തിരുലിഖിതം. നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാനും നിങ്ങളുടെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. കർത്താവ്, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കൂടെയുണ്ട്. ഇടം വലം തിരിച്ചറിവില്ലാത്തവരെ പോലെ നമ്മൾ ചെയ്യരുത്. ദൈവത്തിൻ്റെ കാര്യങ്ങളെ നാം ആദരപൂർവ്വം സമീപിക്കണം. ആദരവോടെ ദേവാലയങ്ങൾ വ്യാപരിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്ന ദൈവത്തെ ആദരിക്കാനും ജീവിക്കുന്ന ദൈവത്തിന് നാമം അർഹിക്കുന്ന വിധമുള്ള ബഹുമാനത്തോടെ അവിടുത്തെ സമീപിക്കാനും ഒരു കൃപ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകട്ടെ. കൈകൾ ഉയർത്തി ഉറക്കെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കുട്ടികളും മുതിർന്നവരും യേശുവിന്റെ നാമത്തെ ഉറക്കെ വിളിക്കുന്നു. യേശുവേ. ആരാധന, 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 ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാവലും ദൈവത്തിന്റെ സാന്നിധ്യവും ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ അരികിൽ ദൈവമുണ്ട്. ഈ സമയത്ത് യേശുവേ, രക്ഷക, കർത്താവേ എന്ന് ആദരപൂർവം
സർവശക്തിയോടും കൂടെ ഏറ്റുപറഞ്ഞ് ആ ഉന്നത നാമത്തെ ആരാധിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. കാലങ്ങളായുള്ള കെട്ടുകളിരിക്കുന്ന കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു. കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങളിൽ നിന്ന് കർത്താവ് തകർച്ച നീക്കി അനുഗ്രഹിക്കുന്നു. കൈകൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് എത്രമാത്രം ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്ര ഉറക്കെ ആദരപൂർവം മഹോന്നത നാമത്തെ വിളിച്ച് ആരാധിച്ച് അഭിഷേകം പ്രാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 രക്ഷക, കർത്താവേ, എല്ലാവരും ചേർന്ന് രക്ഷക, കർത്താവേ, യേശുവേ, രക്ഷക, കർത്താവേ, രക്ഷക, കർത്താവേ, രക്ഷക, കർത്താവേ, നാഥനേ, യേശുവേ, യേശുവേ, യേശുവേ.